Dear students, ഇന്ന് നമ്മൾ മൂന്നാമത്തെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. നമ്മൾ സ്ട്രക്ചർ എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലാണ് നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്ററിൽ വുഡ്സിന്റെ കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബേസിക് ഡാറ്റ ടൈപ്പുകളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ഡാറ്റ ടൈപ്പ്. ഇനി നമ്മൾ പഠിക്കുകയാണ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ ആ വേർഡിന് തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. ഡാറ്റ സ്ട്രക്ചർ, ദി സ്ട്രക്ചർ ഓഫ് ഡാറ്റയാണ്. അതായത് എങ്ങനെയാണോ മെമ്മറിയിൽ നമ്മൾ ഡാറ്റകളെ ഓർഗനൈസ് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡിനെയാണ് അല്ലെങ്കിൽ ആ രീതിയാണ്, ആ വേനെയാണ് നമ്മൾ എന്ത് പറയാ, ഡാറ്റ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഡാറ്റ സ്ട്രക്ചർ, ഇറ്റ് ഈസ് ദി വേ ഓഫ് ഓർഗനൈസിംഗ് data in the memory. മെമ്മറിയില് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന വേ ആണ് നമ്മൾ എന്ത് പറയാ, ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയാ. നമുക്ക് ഒരു രണ്ട് ടൈപ്പാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് മെയിൻലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സും ആണ്. നമുക്കതൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഡാറ്റ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഡാറ്റ സ്ട്രക്ചേഴ്സ് മെയിൻലി ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ആർ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. ഇതിൽ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബേസിക് ഡാറ്റ ടൈപ്പുകളായ ഇന്റ്, ക്യാർ, ഫ്ലോട്ട് ഇങ്ങനെയുള്ള ബേസിക് ഡാറ്റ ടൈപ്പുകളിൽ നിന്നാണ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. അറേയും സ്ട്രക്ചറാണ്. അറേ എന്തായിരുന്നു? That are the collection of same type of data, maybe in int or char or in float. അങ്ങനെയുള്ള ബേസിക് ഡാറ്റ ടൈപ്പുകളുടെ കളക്ഷൻ ആയിരുന്നു അറേയിൽ വന്നത്. ദാറ്റ് ആർ ഇൻ സിമിലർ ഡാറ്റ ടൈപ്പ്. ആൻഡ് സ്ട്രക്ചർ എന്തായിരുന്നു? സ്ട്രക്ചർ നമ്മൾ ഇപ്പൊ ഈ വർഷം പഠിച്ചതിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞതാണ്. എന്തായിരുന്നു സ്ട്രക്ചർ? ദാറ്റ് ആർ ദി കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എലമെന്റ്സ് റെഫറൻസ്ഡ് അണ്ടർ എ കോമൺ നെയിം. അറേയില് സെയിം ഡാറ്റയാണെങ്കിൽ, സെയിം ടൈപ്പ് ഓഫ് ഡാറ്റയാണെങ്കിൽ സ്ട്രക്ചറിൽ എന്തായിരുന്നു? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരുന്നു. അതാണ് നമ്മൾ ഏതിൽ പഠിച്ചു, ഏതിൽ വരിക? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് അപ്പൊ ഏതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്? ബേസിക് ഡാറ്റ ടൈപ്പ് ആയ ഇന്റ്, ക്യാർ, ഫ്ലോട്ട് അതിൽ നിന്നെല്ലാമാണ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത ഡാറ്റ സ്ട്രക്ചർ നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത് ഈ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിൽ നിന്നാണ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ബേസിക് ഡാറ്റ ടൈപ്പിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. പക്ഷെ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ഫോം ചെയ്യുന്നത് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിൽ നിന്നാണ്. ഇനി കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ അഗൈൻ ഡിവൈഡഡ് ഇൻടു ടു, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. അതില് ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലേക്കായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്ത് പോവുക. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലീനിയർ ഡാറ്റ സ്ട്രക്ചറും, റാൻഡം ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതാണ് എന്താ പറയാ, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് ട്രീയും ഗ്രാഫും. ട്രീ എന്നുള്ളൊരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, ഗ്രാഫ് എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. ഇനി അടുത്തത് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾസ് നോക്കാം. ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ വർഷം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി മെമ്മറി അലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അഗെയിൻ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ and next one is, second one is dynamic data structure. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും നമ്മൾ കഴിഞ്ഞ ലെസൺസിലൊക്കെ കേട്ട വേർഡ് തന്നെയാണ്. സ്റ്റാറ്റിക് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വേർഡ്? ബിഫോർ ദി എക്സിക്യൂഷൻ. ആൻഡ് ഡൈനാമിക് മീൻസ് ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ. ഇനി നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ദി മെമ്മറി വിൽ ബി ഫിക്സ്ഡ്. അതായത് പ്രോഗ്രാമിന് മുന്നേ തന്നെ, നമ്മൾ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന് മുന്നേ തന്നെ അവിടെ മെമ്മറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ അറേയുടെ കേസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നെയിം ഓഫ് 20 പോയിന്റർ യൂസ് ചെയ്യാതെ ഇനി നമുക്ക് പുതിയ മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത്
പോയിന്റർ യൂസ് ചെയ്യാതെ നമുക്ക് അവിടെ മെമ്മറി പുതിയതായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിപ്പോ ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നെയിം ഓഫ് 20 സൈസ് ഉള്ള അല്ലെങ്കിൽ 20 മാക്സിമം സൈസ് ആണ് അതിന്റെ 20. അതിൽ കൂടുതൽ ഒരു പേര് നമുക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ മെമ്മറി ഫിക്സ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുക. അതായത് അറിയൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ടാണ് പറയാ. പിന്നെ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പ്രൈമറി മെമ്മറിയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പ്രൈമറി മെമ്മറിയുടെ കേസിൽ മാത്രമേ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. എക്സാമ്പിൾ അറേ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഡൈനാമിക് മെമ്മറി ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൽ ത്രൂ ഔട്ട് ദി എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം നമുക്ക് മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആ കേസിലാണ് നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന സ്റ്റാക്ക് അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് മെമ്മറിയുടെ കേസിലാണ്. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്താണ് പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്പ് പഠിച്ചു. മെമ്മറി അലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അഗെയിൻ അതിനെ ക്ലാസിഫൈ ചെയ്തു. ഇനി അതിലെ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ അറേ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചതായിരുന്നു. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച അറേ ഓപ്പറേഷൻസ്? ഏതൊക്കെയായിരുന്നു? ട്രാവേഴ്സൽ, സെർച്ചിങ്, സോർട്ടിങ്, അതായത് ബൈനറി സെർച്ച്, ലീനിയർ സെർച്ച്, ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം അറേ ഓപ്പറേഷൻസിൽ പഠിച്ചത്. അതേപോലെ ഡാറ്റ സ്ട്രക്ചേഴ്സിലും ചില ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ അറേ ഓപ്പറേഷനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് ട്രാവേഴ്സൽ. ഫസ്റ്റ് വൺ ട്രാവേഴ്സൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ദെൻ സെക്കൻഡ് വൺ സെർച്ചിങ്, തേർഡ് വൺ insertion, fourth one deletion, fifth one sorting, and last one merging. ഇതില് സെർച്ചിങ്, സോർട്ടിങ്, ട്രാവേഴ്സൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അറേ ഓപ്പറേഷൻസിനെ പോലെ തന്നെയാണ്. ട്രാവേഴ്സൽ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ട്രാവേഴ്സൽ എന്തായിരുന്നു? ഈ വിസിറ്റിംഗ് എവറി എലമെന്റ് ഇൻ ആൻ അറേ, അതിനായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്? ട്രാവേഴ്സൽ. അതേപോലെ തന്നെയാണ് ഇവിടെ വരാം. ഡാറ്റ സ്ട്രക്ചറിൽ ഓരോ എലമെന്റിനെയും നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ട്രാവേഴ്സൽ എന്ന് പറയാ. അതുപോലെ സെർച്ചിങ് എന്തായിരുന്നു? നമ്മൾ ഫൈൻഡ് ചെയ്യണം. നമ്മൾ ഒരു എലമെന്റ് കൊടുത്തിട്ട് അതിനകത്ത് ഉണ്ടോ, സെർച്ചിങ് ആണ് അവിടെ നടത്തുക. അതിനാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയാം. ഇൻസേർഷൻ തന്നെയാണ് ആഡിങ് ന്യൂ എലമെന്റ് ടു എ data structure, deletion, removing an element from a data structure, sorting, അത് ഡിസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ റീഅറേഞ്ച് ചെയ്യുക, അതിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മെർജിങ്, കമ്പൈനിങ് ടു ഡാറ്റ സ്ട്രക്ചേഴ്സ്, അതായത് മെർജ് ചെയ്യുന്ന കമ്പൈൻ ചെയ്ത് വെക്കുക, അതിനെയാണ് നമ്മൾ മെർജിങ് എന്ന് പറയാം. ഇതിന്റെ ഡെഫിനിഷൻസ് ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം, ട്രാവേഴ്സൽ. ഇപ്പോ ഇതൊരു ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിൽ ഇതിലെ എല്ലാ എലിമെന്റില് ജസ്റ്റ് വിസിറ്റ് ചെയ്യുക, നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുക, നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുക, അങ്ങനെ എൻഡ് വരെ. പക്ഷെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഫസ്റ്റ് ലൊക്കേഷനിലായിരിക്കണം ആൻഡ് എൻഡിങ് വിത്ത് ദി ലാസ്റ്റ് ലൊക്കേഷൻ. അങ്ങനെ എല്ലാ എലിമെന്റ്സും, ഒരു ഡാറ്റ സ്ട്രക്ചറിലെ എല്ലാ എലിമെന്റ്സും വിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ട്രാവേഴ്സൽ. സോ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് visiting all the elements in a data structure. The process of visiting all the elements in a data structure is known as traversal. നമ്മൾ സെക്കൻഡ് വൺ പറഞ്ഞാൽ എന്തായിരുന്നു? സെക്കൻഡ് വൺ ഈസ് സെർച്ചിങ്. സെർച്ചിങ് എന്നുള്ള വേർഡിൽ തന്നെയാണ് എന്ത്? ഇപ്പൊ ഇതിനകത്ത് ഞാനിങ്ങനെ 4 എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രക്ചർ, ഡാറ്റ സ്ട്രക്ചറിൽ ഒരു 4 എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് എങ്ങനെയായിരുന്നു സെർച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടു സെർച്ച് ദി ഐറ്റം 10 ഈസ് ഓൺ ദി ഡാറ്റ സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10 എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ ഇതിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പൊ അതെന്താണ്? ഫൈൻഡിങ് ദി location of finding the location of an element
in a data structure is known as searching. ഒരു എലമെന്റ് അതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയാ, സെർച്ചിങ് എന്ന് പറയാ. ജസ്റ്റ് വിസിറ്റ് ചെയ്യുന്നതിന് ട്രാവൽസ് എന്ന് പറയാ. ഇനി നമുക്ക് അടുത്ത ഓപ്പറേഷൻ നോക്കാം. തേർഡ് ഓപ്പറേഷൻ, ഇൻസെർഷൻ. ഒരു ഡാറ്റ സ്ട്രക്ചറിലേക്ക് പുതിയ ഒരു എലമെന്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസെർഷൻ എന്ന് പറയാ. ഇപ്പൊ ഇങ്ങനെ ഒരു ഡാറ്റ സ്ട്രക്ചർ, അപ്പൊ അതിലേക്ക് ഞാൻ ഇവിടെ 8, 9, 1 ഒന്ന് കൊടുത്തു, ദെൻ 12, 20 ഇങ്ങനെ കുറച്ച് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വീണ്ടും സ്പേസ് ഉണ്ടെങ്കിൽ പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞ ഐറ്റം 2 ആണെങ്കിൽ 2 നമുക്ക് ആഡ് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻസെർഷൻ. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ആഡിങ് new element to a data structure. Adding a new element to a data structure is known as insertion. ഇനി അടുത്ത ഓപ്പറേഷൻ ആണ് ഡിലീഷൻ. ഡിലീഷൻ എന്ത് സംഭവിച്ചാൽ ഈ ഒരു ആഡ് ചെയ്ത എലമെന്റ് അല്ലെങ്കിൽ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നതിന്, റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഡിലീഷൻ. സോ ഫോർത്ത് ഓപ്പറേഷൻ ഈസ് deletion. The definition is, it is the process of removing an element from a data structure. Removing an element from a data structure is known as deletion. And next one is sorting. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ എലമെന്റ്സ് ഇപ്പൊ തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഓർഡറിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഇപ്പൊ ഇത് ഡിസെൻഡിങ് ഓർഡറിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും, 20, 12, 9, 8, 1 അങ്ങനെയല്ലേ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ, മേ ബി ഇൻ ഡിസെൻഡിങ് ഓർ ഇൻ അസെൻഡിങ്, ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, സോർട്ടിംഗ്. സോ സോർട്ടിംഗ് മീൻസ് arranging the elements of an array, arranging the elements of a data structure. Elements of a data structure is known as sorting. Arranging the elements of a data structure is known as sorting. And the last one, the sixth one, merging. മെർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ എന്നുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മളോട് എഴുതി 8, 9, 1, 12, 20. ഞാൻ ബി എന്നുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ഏതാണ്, ബി എന്നുള്ള ഡാറ്റ സ്ട്രക്ചറിൽ ഞാൻ 2 എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ, 10 and 13. അപ്പൊ എയും ബിയും കൂടെ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും, റിസൾട്ട് വരിക ഇങ്ങനെയായിരിക്കും, 8, 9, 1, 12, 20, 10 and last element is 13. ഇങ്ങനെ 2 എലമെന്റ്സ് തമ്മിൽ, 2 ഡാറ്റ സ്ട്രക്ചേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, മെർജിങ് എന്ന് പറയാ. ദാറ്റ് ഈസ് മെർജിങ് ഈസ് ദി merging is the process of combining 2 data structures. The process of combining 2 data structures is known as merging. അപ്പോൾ നമ്മൾ പഠിച്ചത് 6 ഓപ്പറേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ട്രാവേഴ്സൽ. ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിസിറ്റിംഗ് ഓൾ ദി എലമെന്റ്സ്. സെക്കൻഡ് വൺ നമ്മൾ പഠിച്ചു സെർച്ചിങ്, ഫൈൻഡ് ദി ലൊക്കേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. And next one, insertion, adding a element, adding a new element. Deletion is removing an element from a data structure. Then fifth one, sorting, then arranging the elements. And last one is merging, combining 2 data structures into one. 2 ഡാറ്റ സ്ട്രക്ചറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒന്നാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മെർജിംഗ് എന്ന് പറയാം. പിന്നെ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ആദ്യം ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു. ഡാറ്റ സ്ട്രക്ചർ എന്താ? ഇറ്റ് ഈസ് ദി വേ ഓഫ് ഓർഗനൈസിംഗ് ഡാറ്റ ഇൻ എ ഫോർമ. ഏതെങ്കിലും ഒരു ഇതിൽ നമ്മൾ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന വേനെയാണ്, ഡാറ്റ ഓർഗനൈസിംഗ് വേനെയാണ് നമ്മൾ എന്ത് പറയാ, ഡാറ്റ സ്ട്രക്ചർ. അത് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് പഠിച്ചു. അത് നമ്മൾ അതിന്റെ ടൈപ്പ് ഏതൊക്കെയായിരുന്നു? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറും. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറിൽ പിന്നെ ഏതൊക്കെയായിരുന്നു? നോൺ ലീനിയറും ലീനിയറും. അതുപോലെ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ്?
അറേ ആൻഡ് സ്ട്രക്ചർ. അറേ സ്ട്രക്ചർ നമ്മൾ ലാസ്റ്റ് ലെസണിലും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അറേയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി കോമ്പൗണ്ടിൽ നമ്മൾ ലീനിയറും നോൺ ലീനിയറും പഠിച്ചു. നോൺ ലീനിയറിൽ ഏതൊക്കെയായിരുന്നു? ട്രീ ആൻഡ് ഗ്രാഫ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പഠിക്കുന്നില്ല. ഇനി ലീനിയർ ഡാറ്റ സ്ട്രക്ചറിലാണ് നമ്മൾ പഠിച്ചത്. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലേക്ക് ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? സ്റ്റാക്ക്, ക്യൂ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാക്കിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.